ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കോട്ടയത്ത് നിന്ന് നേരെ കാഞ്ഞിരപ്പള്ളി വരുന്ന റൂട്ട് ഒരു കാഴ്ച കണ്ടു. റോഡരികിൽ ഈറ്റ കൊണ്ട് കൊട്ട, അതുപോലെ തന്നെ കൂടകളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കുടുംബമായിട്ട് കണ്ടു. എനിക്ക് വളരെയധികം കൗതുകം തോന്നി ഞാൻ നിർമ്മാണം കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ കൂടുതൽ തിരക്കിയപ്പോഴാണ് അവർ കമ്പത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. കമ്പത്തു നിന്ന് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ് ഇപ്പോൾ കോട്ടയം റൂട്ട് ഒരു പോവാണ്. അവർ ഒരേ പ്രദേശത്തും അവർ തങ്ങിയാണ് അവരവരുടെ കർമ്മമണ്ഡലത്തിൽ ഒറ്റ കൊട്ട നിർമ്മിച്ച് അവിടെ തന്നെ സെയിൽ ചെയ്യുകയാണ്. കണ്ട സ്ഥിതിക്ക് അവരായിട്ട് പരിചയപ്പെടാം, അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാമെന്ന് എനിക്കും തോന്നി. അപ്പോൾ പ്രേക്ഷകരെ നിങ്ങളെയും കൂടെ ഞങ്ങൾ എത്തിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. പേരെന്നെ ഭഗവതി രാജു അല്ലേ? ഭഗവതി രാജു. ഇദ്ദേഹമാണ് ഭഗവതി രാജു. ഇത് കൊട്ട നിർമ്മാണം പാരമ്പര്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ, അച്ഛന്റെ തലമുറകളായിട്ടുള്ള തൊഴിലാണ്. ഇത് ഈറ്റ വെച്ചല്ലേ നിർമ്മിക്കുന്നത്? എല്ലാം കൊണ്ടുണ്ടാകും. എല്ലാം കൊണ്ടും ഉണ്ടാകും. നിങ്ങൾ ശരിക്കും സ്വന്തം നാട് എവിടെയാണ്? സ്വന്തം നാട് തമിഴ്നാടാണ്. തമിഴ്നാടാണ്. തമിഴ്നാട്. തമിഴ്നാടിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? അതെ, തമിഴ്നാട്ടിൽ ഞങ്ങൾ അവിടെ പോയി താമസിക്കും, ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു 6 മാസം പണിയും, പിന്നെ തമിഴ്നാട്ടിൽ പോകും, പിന്നെയും വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. കേരളത്തിലാണോ കൂടുതൽ ഇതിന് മാർക്കറ്റ് നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവിടെ കേരളത്തിലായതുകൊണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ വന്ന് പണിയുള്ളൂ. തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിൽ ഈറ്റയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ ഈറ്റയൊക്കെ ഉള്ളൂ. അപ്പം ഈറ്റ വെട്ടി ഇവിടെ തന്നെയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് തൊഴിൽ. തൊടുപുഴയും കോട്ടയം സൈഡാണ് നമ്മൾ. തൊടുപുഴ കോട്ടയം സൈഡാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവിടുന്ന് ഒരേ കോട്ടയം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയുടെ പ്രധാനമായ ഓരോ സ്ഥലങ്ങളിൽ വന്ന് പണിയാണ്? അപ്പൊ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ ഉണ്ടായിരിക്കും, ഇവിടെ പാമ്പാടി, ഈ ഏരിയ അങ്ങനെ ഓരോരോ ഏരിയയിൽ പോയി ഒരു 10 ദിവസം പണിയും. അവിടെ കൊട്ട ചെലവില്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാറും. അങ്ങനെ മാറി പോയി താമസിച്ചാണ് കൊട്ട വയ്ക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തെ ഭയങ്കര കഷ്ടപ്പാടായി. പ്ലാസ്റ്റിക് ഇറങ്ങിയതോടെ നമുക്ക് കച്ചവടമില്ല, ഒന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ആരെങ്കിലും മേടിച്ച് സഹകരിച്ചാൽ നമ്മുടെയായിട്ട് കുഴപ്പം നടക്കും. ഓക്കെ. അല്ല, പൊതുവായിട്ട് നമുക്ക് ഇപ്പം ഇത് പഴയ കാലത്താണ് നമ്മളിങ്ങനെ ഈ കൊട്ടേട്ടം പറഞ്ഞല്ലോ, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ കടന്നു വരവുണ്ട്. ആൾക്കാർ ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യപരമായിട്ടും നമ്മുടെ ബാക്കി സമൂഹത്തിനൊക്കെ ഏറ്റവും നല്ലത്, നമ്മുടെ പരിസ്ഥിതിക്ക് നല്ലത് ഇതുപോലുള്ള തനതായ രീതിയിൽ പാരമ്പര്യ തലമുറകളായിട്ട് ഇതിൽ അസുഖമില്ലാത്ത ഒരു കേസാണ് ഇത്. പണ്ട് തൊട്ടേ ഉള്ളത്. അപ്പോൾ വരുന്ന എല്ലാ അസുഖവും കാര്യങ്ങളൊക്കെ വരുന്ന ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് എല്ലാ അസുഖവും വരുന്നത്. ഇത് തന്നെ പണ്ടത്തെ പോലെ തന്നെ എടുത്ത് യൂസ് ചെയ്താൽ അസുഖങ്ങൾ കുറയും. അപ്പൊ പാരമ്പര്യം നിങ്ങൾ ചെയ്തു വരുവാന്നല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു യാത്രയിൽ നിങ്ങളിപ്പോ ഓരോ സ്ഥലങ്ങളിൽ വന്ന് 10 ദിവസം അവിടെ 1 മാസമോ 2 മാസമോ കാണും. പൊതുവേ വിൽപ്പന കുറവാണ്. പൊതുവേ വിൽപ്പന കുറവാണ് ആണല്ലേ? അപ്പം ഇതിനുള്ള ഇല്ലികളൊക്കെ നമ്മൾ ഇവിടെ തന്നെ കളക്ട് ചെയ്യുകയാണ്? ഇവിടെ തന്നെ വിലക്ക് മേടിക്കുക. ഏകദേശം എങ്ങനെയാണ് ഒരു ദിവസം അത്യാവശ്യം കച്ചവടം നടക്കുമോ? അത്യാവശ്യം എന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ 10,000 രൂപയ്ക്ക് വിൽക്കും, അല്ലെങ്കിൽ 2 ദിവസം കൂടിയൊക്കെ 1000 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയൊക്കെയാണ്. അത് വെച്ചാണ് തട്ടിമുട്ടി ജീവിച്ചു പോകുന്നത്. നിങ്ങളിപ്പോ തങ്ങുന്നത് എവിടെയാണ് സാധാരണ? നമ്മള് ഇപ്പൊ വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3,000-4,000 രൂപ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പഞ്ചായത്ത് കെട്ടിടത്തിലോ അല്ലെ കടത്തിനോ കിടന്നാണ്. അപ്പൊ ഞാനിപ്പോ ഈ റൂട്ട് പോയപ്പോ തന്നെ ഇപ്പൊ നമ്മൾ കൊടുങ്ങൂരിനടുത്താണ് അല്ലെ, 14 മൈലിനടുത്ത് ഈ റൂട്ട് കണ്ടപ്പോ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു വെറ്റി ഷെഡിന്റെ അവിടെ പണി കാണണ്ടേ? ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ചേച്ചി അവിടെ നിന്ന് ഫുഡ് റെഡിയാക്കും അല്ലെ? റെഡിയാക്കുന്നു. അതുപോലെ ചേട്ടൻ ജസ്റ്റ് മയങ്ങുമായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് എന്തോ സംഭവിച്ച് കിടക്കുന്നതാണോ ഓർത്ത്. അപ്പോഴാണ് നോക്കുമ്പോഴാണ് ഈ സംഭവം എങ്ങനെയാണെന്ന് അറിഞ്ഞത്. അപ്പൊ അപ്പായുണ്ട്, അമ്മയുണ്ട് അല്ലേ? അവരെല്ലാം ഉണ്ട്. അപ്പൊ ഓക്കെ. അതുപോലെ ഈ ഇതിന്റെ വില വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? വില എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വല്ലം ഇപ്പൊ ആരും മേടിക്കാറില്ല. അല്ലെങ്കിൽ വലിയ വല്ലം എന്ന് പറയാൻ 600 രൂപയാണ് വല്ലം, വലിയ വല്ലം. പിന്നെ വള്ളിക്കൊട്ടയുണ്ട് 350 രൂപ, ഇതിന് 300 രൂപ, ഇതിന് 250 രൂപ, അതിന് 250 രൂപ, അതിന് 150 രൂപ. അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. ചെറിയ ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ തോറും പണി കൂടുതലായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചാണ് പണിക്കൂലി പറയുന്നത്. നമുക്കിത് ഒരെണ്ണം നിർമ്മിക്കുന്ന സാധാരണ 21 കൊട്ട നമ്മൾ 21 ചെറിയ വല്ലമല്ലേ? അതെ. ഇത് നിർമ്മിക്കുമ്പോ ഇത് എത്ര ദിവസം എടുക്കും? ഒരു ദിവസം കൂടുതൽ എടുക്കും? ഇല്ല, അങ്ങനെയല്ല. കറക്റ്റ് ഇത് 3 മണിക്കൂർ പണിയാ. പൊളി കീറി എടുക്കണേ 3 മണിക്കൂർ കൊണ്ട് തീരും അല്ലേ? 3 മണിക്കൂർ കൊണ്ട്. പ്ലാസ്റ്റിക്കിനെക്കാട്ടും കട്ടിയും ക്വാളിറ്റി ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി, നല്ല ബലമുണ്ട്. ഇതെന്നാണ് പരിസ്ഥിതിക്കും ദൂഷ്യമല്ല, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലേ? അപ്പൊ എന്താണെങ്കിലും ഇത് പഴമയുടെ കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പം എന്താണെങ്കിലും ജനങ്ങൾ മാറി പ്ലാസ്റ്റിക്കിലേക്ക് മാറിയപ്പോ എനിക്ക് തോന്നുന്നു പുതിയ തലമുറകൾക്കൊന്നും ഇത് വലിയ പരിചയം കാണുകയില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇപ്പൊ ഉള്ള പിള്ളേർക്ക് അറിയത്തില്ലാത്ത അതെല്ലാം ഇപ്പൊ ഉള്ളവർക്ക് പഠിച്ചു കൊടുത്താലല്ലേ ഇത് നാളെ പിള്ളേർ വണ്ടി നിർത്തിയിട്ട് ഒരെണ്ണം മേടിച്ചോളൂ. തീർച്ചയായിട്ടും അത് പിള്ളേര് വലിയ ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. ഇത് നിർമ്മാണത്തില് അപ്പായും ചേട്ടനും തന്നെയാണ് പണിയുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഈറ്റ വെട്ടാൻ പോകും. കുടുംബം ചെറിയ ഓട്ടയൊക്കെ ചെറിയ ഓട്ടകളൊക്കെ. അമ്മയ്ക്ക് ചെറിയ ഓട്ട.
കുട്ടികൾ ഈ കൂട്ടത്തിൽ തന്നെയാണോ നമ്മുടെ കൂട്ടത്തിൽ തന്നെയാണോ? അല്ല അവൻ ഇളയവന് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. അവൻ പഠിക്കുന്നുണ്ട്. അവൻ തമിഴ്നാട്ടിൽ 2 ദിവസം കഴിഞ്ഞ് അവൻ പോകും. 2 ദിവസം കഴിഞ്ഞ്. അതെ, അവൻ മാത്രമേ ഉള്ളൂ. അവനെ പോയി ഇനി അടുത്ത വർഷം ചേർക്കാൻ പറ്റും. 4 വയസ്സായി. 4 വയസ്സായുള്ളൂ. പൊതുവേ ആൾക്കാരുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇത് കാണുമ്പോൾ? കാണുമ്പോ എന്ന് പറയുമ്പോ ചുരുക്കം പേര് പണ്ടത്തെ ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവര് ഇതൊക്കെ വേണമെന്നൊക്കെ മേടിക്കുന്നുണ്ട്. ചിലവര് ഇതെന്തിനാടാ ഒരു കൊട്ടയല്ലേ വേണ്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. അതാണ് പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആണ് ഈ ഇതുപോലെ ഈ ചൂരൽ കൊണ്ടുണ്ടാക്കിയ കൊട്ടകള്, മുള കൊണ്ട്. ഇത് നല്ല കട്ടിയാണ്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കാണ് എനിക്ക് തോന്നുന്നത് കാലപ്പഴക്കത്തിൽ ഇത് നഷ്ടപ്പെടും. ഇതെന്നെ ഏകദേശം എത്ര കാലം നിൽക്കും ഇത്? ഇത് ഏകദേശം നമുക്ക് ഒരു 5-6 വർഷം നിൽക്കും. 5-6 വർഷം 5-6 നിൽക്കും. വർഷം നിൽക്കും. ഒരു 5-6 വർഷം നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല നല്ല ബലമുണ്ട്. എല്ലാത്തിനും നമ്മൾ കാണുന്നതിനെക്കാട്ടും നല്ല ഉറപ്പുണ്ട്. മാത്രമല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു വർഷം പോലും നിൽക്കത്തില്ല. അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമാണ്. മറിച്ച് ഇത് തനതായ രീതിയിലുള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. നമുക്ക് പഴമയിലേക്ക് പോകാൻ, നമ്മുടെ ആരോഗ്യത്തിന് അതുപോലെ നമ്മുടെ പരിസ്ഥിതിക്കൊക്കെ നല്ലതാണ്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ളതാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ല, കൂടയൊക്കെ കണ്ടില്ല. നല്ല ഇതൊന്നും പുതുതലമുറക്ക് അറിയത്തില്ലാത്ത ഒന്നാണ് ഈ കൂടയൊക്കെ. കണ്ടോ, പൂക്കോട്ട നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം. എല്ലാം നല്ല മെച്ചമായിരിക്കുന്നു. പൊന്നാണെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുകയും ഇതൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നിയ പ്രകാരം ഞാൻ അവരോട് ചോദിച്ചു. ഇതെങ്ങനെ ഈ സീസൺ വല്ലതും ഉണ്ടോ? ചേട്ടാ, പണ്ട് കപ്പ കൃഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സീസൺ ഉണ്ടായിരുന്നു. വല്ലത്തിനൊക്കെ ഭയങ്കര കച്ചവടമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വല്ലം കിട്ടും, വലിയ വല്ലം കിട്ടും. ആ വല്ലം കിട്ടും, വള്ളിക്കോട്ട കിട്ടും, കോരുകോട്ടയൊക്കെ കിട്ടും. ഇതൊക്കെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കപ്പയില്ല, കൃഷി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വല്ലത്തിന്റെ സെയിൽസേ ഇല്ല. വല്ലം ആർക്കും ആവശ്യമില്ല. ഇന്നൊക്കെ വല്ലം ഉണ്ടെങ്കിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ്റുകുഴപ്പം നല്ലതായിരിക്കും. ഇന്ന് ഇല്ലാത്തതുകൊണ്ടാണ് ഭയങ്കര കഷ്ടപ്പാട്. കൃഷികളില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തില് ഉണ്ടില്ലെന്നല്ല, അതും ഇതിനൊരു പ്രത്യേകതരമായ ചില ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കൊട്ട നെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി നെയ്ത്തുകാരുണ്ടായിരുന്നു. ഇത് കൂട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നു. മുറം കെട്ടാനും പരമ്പ് പായും ഇതൊക്കെ ഇതുപോലെ കൊട്ടകൾ ഉണ്ടാക്കുന്ന ഇഷ്ടംമാതിരി കേരളക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ, ഞങ്ങൾ അവരുടെ കൂടെ തന്നെ പോയി പണിയും, അവര് നമ്മുടെ കൂടെ വന്ന് പണിയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല. ഇടുക്കി ജില്ലയും ഇല്ല, ഇപ്പൊ കോട്ടയം ജില്ലയും ഇല്ല. 2 ജില്ലയിലും ഇപ്പൊ ഒരാളെ കാണുന്നില്ല. നമുക്കിപ്പോ കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്. ഇപ്പൊ കൊട്ട നെയ്യുന്ന നമ്മള് പണ്ടത്തെ കാലത്ത് വല്യമ്മമാര് നെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൊട്ട, അതുപോലെ മുറം നെയ്യുക. നമ്മളൊക്കെ മുറമാണ് കണ്ടേക്കുന്നത്. ഈ കൊട്ട നെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു വളരെ കൗതുകം തോന്നി. അതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നാണെങ്കിലും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം പ്രിയ പ്രേക്ഷകരെ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ തനതായ രീതിയിലുള്ള നിർമ്മാണ ശൈലികൾ കൊണ്ട് നമുക്ക് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട്ടകൾ, അതുപോലെ തന്നെ പൂക്കൊട്ടകൾ, വല്ലമൊക്കെ ഇവിടെ തീർത്തിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ റൂട്ട് പോവുകയാണെങ്കിൽ, കാഞ്ഞിരപ്പള്ളി കൂടി കോട്ടയം റൂട്ട് പോവുകയാണെങ്കിൽ ഇവർ ഈ സ്ഥലങ്ങളിൽ കാണും. കൊടുങ്ങൂര് അടുത്ത എവിടെ? പാമ്പാടിയോ? പാമ്പാടി കൊടുങ്ങൂര് റൂട്ടിലേക്കുണ്ട്. വില തുച്ഛമാണ്. ഇതൊക്കെ എന്നാ വില നിങ്ങൾ ഏകദേശം? ഇത് 300 പറയും, 250 ഡബിൾ വർക്കാണ്. ഈ ചെറിയ വല്ലോ അത് 250. ഇതെല്ലാം ആ റേറ്റ് വരുന്ന അല്ലേ? അപ്പൊ എന്നാണെങ്കിലും നല്ല മികവാർന്ന, നല്ല രീതിയിൽ നല്ല ബലമുള്ള ഈടിട്ടുള്ള ഈ വല്ലവും അതുപോലെ തന്നെ ഈ കൊട്ടകളൊക്കെ നമുക്ക് മിതമായ റേറ്റിലാണ് കിട്ടുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് മേടിക്കുമ്പോൾ തന്നെ നല്ല വിലയാണ് വരുന്നത്. എങ്കിൽ പോലും അത്രയും തന്നെ വില പോലും ആകുന്നില്ല. 200-250 രൂപയ്ക്ക് ഈ സാധനം നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇത് നമ്മുടെ പരിസ്ഥിതിക്കും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇവരോട് സഹകരിക്കാം. എന്നാണെങ്കിലും നിങ്ങൾ ഈ വലിയ മനസ്സിൽ, നിങ്ങളുടെ തൊഴിലിനൊക്കെ ഒത്തിരി ആശംസകൾ നേരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊട്ട, വല്ലം ഇതൊക്കെ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് നിർമ്മിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ കുറവാണ്. എന്നാൽ ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം കൗതുകം തോന്നി, സന്തോഷം തോന്നി. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനാലാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.